ഹലോ, നമുക്ക് ഇന്നൊരു യാത്ര പോയാലോ? അങ്ങ് ഒരുപാട് ദൂരേക്കൊന്നല്ല കേട്ടോ, ഇവിടെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വീക്കെൻഡിലാണെന്ന് പുറത്തേക്കൊക്കെ പോവാം. ആ വീക്കിൻ്റെ മുഴുവൻ സ്ട്രെസ്സും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീക്കെൻഡിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സമയങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കോർഫക്കാൻ. ഈ സ്ഥലത്തെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എനിക്ക് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാട് ഇടുക്കിയാണ്. അപ്പോൾ ദുബായ് പോലൊരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിലെ ആ പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ്. അത് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങളുടെ യാത്രകളൊക്കെ മിക്കപ്പോഴും ഒട്ടും പ്ലാൻഡ് ആയിരിക്കില്ല. ഒരു ദിവസം രാവിലെ എണീറ്റങ്ങ് പറയും, നമുക്കൊന്ന് ചായ കുടിക്കാൻ പോയാലോ. അങ്ങനെ ആ ചായ കുടിക്കാൻ പോക്ക് ചെന്നെത്തുന്നത് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ ഇന്നും ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ് കോർഫക്കാൻ. ഞാനങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇനി ഈ സമയമുണ്ടല്ലോ, ഇങ്ങനെ പ്ലാൻ ചെയ്യാത്ത ഓരോ യാത്രകളിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും വന്നു പോകാം. ഇതാണ് കേട്ടോ എൻ്റെ ട്രാവൽ പാർട്ട്ണർ. വെറുതെ അങ്ങ് പോയി വണ്ടിയിലിരുന്നാൽ മതി. ആളിതാ എവിടേക്കോ പോകും. ചോദിച്ചാൽ പറയും ഇവിടെ അടുത്തെങ്ങോ ആണെന്ന്. പിന്നെ ചെന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക നമ്മൾ ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ടാവുന്നത്. ഈ തിരക്ക് പിടിച്ച ജോലിയും സ്ട്രെസ്സും എന്നെ ഒട്ടും അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ആൾ ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട്. ഭൂതവും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും വഴി നീള പാട്ടും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ബോറടിക്കാറേയില്ല. അല്ല, ഈ ഭൂതു ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഭൂതു ഞങ്ങളുടെ വണ്ടിയാണ്. ഇവനെ ഭൂതു എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇന്നത്തെ ഈ യാത്രയിൽ അധികം ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ വഴികളും മരങ്ങളും മലകളും മാത്രമാണ് കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് പോയ സ്ഥലത്തിൻ്റെ അധിക വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ എത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനല്ലാണ്ട് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ മറന്നുപോകും. ഫോട്ടോ എടുക്കാറുണ്ട്, കൂടുതലായും വീഡിയോ എടുക്കാൻ മറന്നുപോകും. അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറായിട്ടോ. നമ്മളിന്ന് പോയത് ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിലോട്ടാണ്. അവിടെ എന്താണ് ഇത്ര സ്പെഷ്യലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒരു സാധാരണ സ്ഥലം, എന്നാൽ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് കാമൻ കോട്ടായുള്ള ഏരിയ. കുറച്ച് സമയം പോയി ഇരിക്കാനും സംസാരിക്കാനും കുറച്ച് ബ്യൂട്ടിഫുള്ളായ വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ താഴെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് പടവുകളൊക്കെ ഉണ്ട്. അത് കയറി മേളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, സ്വിങ് ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ചൂടായിട്ടൊക്കെ തോന്നും, പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര രസമാണ്. നല്ല തണുത്ത കാറ്റ്, ഒരു മാജിക്കൽ ഫീൽ തരുന്ന സ്ഥലം. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. ഇതാണ് ടണൽ. ഏതോ ഒരു ടണലാണ്. ആ പോരുന്ന വഴി ഒരുപാട് ടണൽസ് ഉണ്ട്. അതിൽ നിന്നൊരു ടണലാണ് കേട്ടോ ഇത്. പക്ഷേ ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു പുതിയ സ്ഥലമാണ്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകാറുണ്ട്, പക്ഷേ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോയത്. കോർഫക്കാനിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഈ ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. 1 ഇയർ മുമ്പ് ഞങ്ങളൊന്ന് പോയിരുന്നു, പക്ഷെ അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് അന്ന് അവിടേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗ്. ഇനിയും ഇതേപോലെ പ്ലാൻഡോ അൺപ്ലാൻഡോ ഒക്കെ ആയ ഏതെങ്കിലും ഒരു ട്രിപ്പോ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. பெண்ணாக இருந்தவள் உன்னை நான் இன்று காதலி செய்தேன்.